നിന്നെ കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ വീണാൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. നീ വീണാൽ നിന്റെ കാര്യം പോക്കാണ്. ആൾ ക്ലിയർ അല്ലേ? അതെ അതെ, യെസ്, ഓൾ ക്ലിയർ. മൂന്ന് മണി 50 കഴിഞ്ഞു. ഷാർപ്പായിട്ട് 4 മണിക്ക് ഫൈനാൻസ് റെപ്രസെന്റേറ്റീവ് ഇവിടെ എത്തും. അപ്പൊ നമ്മൾ ഈ ബ്രീഫ് കേസ് പുള്ളിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. എങ്കിലും മനസ്സമാധാനം കിട്ടൂ. അങ്ങനെ എന്താണ് ഈ ബ്രീഫ് കേസിനകത്തുള്ളത്? സാർ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതെനിക്ക് പറയാൻ പറ്റില്ല. അത് ടോപ്പ് സീക്രട്ട് ആണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു കാര്യത്തിലും ഈ ബ്രീഫ് കേസിനകത്തുള്ള സാധനം തെറ്റായ ആളുകളുടെ കയ്യിൽ ചെന്നെത്തരുത്. ഇത് മതിയോ? ഇല്ല, പോരാ. കുറച്ചുകൂടി മുകളിലോട്ട് വരട്ടെ. ഇനിയും മേളിലോട്ടോ? ഇതിൽ കൂടുതൽ എങ്ങനെ പൊക്കാനാ? ഇത് നിന്റെ ഹൈറ്റിനെക്കാളും 3 മടങ്ങ് അധികമാണ്. ഇത് വളരെ അധികം ഹൈറ്റിലാണ്. എനിക്കറിയാം, പക്ഷെ നമ്മൾ നമ്മുടെ ഈ പ്രാക്ടീസ് കുറച്ചായിട്ട് വളരെ ചാലഞ്ചിങ് ആയി മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏത് തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും പരിഹരിക്കാൻ പറ്റൂ. മനസ്സിലായോ? ഇവന്മാര് ഭയങ്കര പ്രാക്ടീസിലാണല്ലോ. ഒന്നും പ്രശ്നമില്ല, ഇതൊക്കെ എനിക്കും ചെയ്യാനറിയാം. ടോണി ബോസ്, ഈ കോട്ടയുടെ കോമ്പറ്റീഷൻ വെക്കുന്നത് അങ്ങ് വിട്ടേക്ക്. അല്ലെങ്കിൽ അത് നിങ്ങളെ ആരോഗ്യത്തിന് പ്രശ്നമാകുവേ. എടാ, ആ കിക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? പോടാ, അതുപോലെ ഒരു ബാഗ് പൊക്കിക്കൊണ്ടുവാ. ഫുൾ ആയിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവാ. ഇതിപ്പോ സംഗതി കുഴപ്പമാവും. ടോണി ബോസിനെ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ കിടന്ന് കറങ്ങേണ്ടി വരും. ഇതിപ്പോ സംഗതി ഗുലുമാലായി. ടോണി ബോസിന്റെ മുഖം ബബിൾഗം പോലെ വീർത്തുപോയി. കിക്കോടെ കയ്യിൽ കിക്കുണ്ടെങ്കിലേ എന്റെ കയ്യിൽ എന്താണുള്ളത്? എന്താ ഉള്ളത്? പഞ്ചാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. കൊള്ളാം, എനിക്കിപ്പോ സമാധാനായി. ഇല്ല, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആർക്കും അകത്ത് കിടന്നു വരാനോ ഇത് അടിച്ചു മാറ്റി പോകാനോ പറ്റില്ല. സമ്മതിക്കില്ല ഞാൻ. സാർ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ് സാർ. ഇവിടെ അടുത്തൊന്നും ആരും ഇല്ലെന്നേ. ഇനി ആകാശത്ത് നിന്ന് ആരെങ്കിലും ഇറങ്ങി വരുമോ? പെട്ടെന്ന് ഈ മിന്നൽ എവിടെ നിന്നാണ് വന്നത്? എന്താണ് സംഭവിച്ചത്? ശരിക്കും ഇപ്പോൾ ആരും ആകാശത്ത് നിന്നുമാണ് വന്നിറങ്ങിയിരിക്കുന്നത്. ദൈവം വാരിക്കോരി തരുമ്പോ റൂഫ് തല്ലിപ്പൊളിച്ചാ തരുന്നത്. അതേപോലെ ഈ ക്ലൗഡി റൗഡിയെ അടിച്ചു മാറ്റിട്ട് പോകുമ്പോ റൂഫ് തല്ലിപ്പൊളിച്ച് തന്നെയാ കൊണ്ടുപോകുക. എന്റെ പേര് ക്ലൗഡി റൗഡി എന്നാണ്. അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് എന്റെ ഒരു രീതിയാടാ. എന്താ ഇതൊക്കെ? അവൻ ആ ടോപ്പ് സീക്രട്ട് ബോക്സ് തട്ടിയെടുത്തോണ്ട് പോയല്ലോ. ഇനിയിപ്പോ എന്തു ചെയ്യും? മേജറിനോട് എന്തുത്തരം പറയും? മമ്മി, നിന്റെ കിക്ക് വളരെ സൂപ്പർ ആയിരുന്നു. നിന്റെ ഫസ്റ്റ് കിക്ക് തന്നെ സക്സസ്ഫുൾ കിക്കായിരുന്നു. അതേ സമയത്ത് നല്ല പവർഫുള്ളുമായിരുന്നു. ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഭയങ്കരമായ ഒരു സിഗ്നലാണ് വരുന്നത്. ദേ, ഒരു അങ്കിൾ ആകാശത്ത് പറന്നു പോകുന്നത് കണ്ടോ? ഇയാള് കാരണം എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതാദ്യം കണ്ടുപിടിക്കണം. ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ.
സോറി ടു ഡിസ്റ്റർബ് യു. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഓടിപ്പോവാൻ ശ്രമിക്കുകയാണോ? ഞാൻ എന്റെ ജോലി ചെയ്തിട്ട് ഓടി പോവുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നീ മനസ്സിലാക്കിയാ മതി. ക്ലൗഡി റൗഡി, അതാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ് മോനെ. അങ്ങനെ മോഷ്ടിക്കുന്നത് തെറ്റാണ് അങ്കിൾ. നിങ്ങൾ മോഷ്ടിച്ചത് തിരിച്ചു കൊടുത്ത് തെറ്റ് ശരിയാക്കി മാറ്റണം. ക്ലൗഡി റൗഡി ഒരിക്കലും നല്ല കാര്യം ചെയ്യില്ല. നീ നന്നായിട്ട് ഓടുന്നുണ്ട് കിക്കോ. പക്ഷെ ഇതുപോലെ എത്ര ദൂരം ഓടും? നിനക്ക് കാറ്റിൽ പറക്കാൻ അറിയാമോ? ബൈ ബൈ കിക്കോ, സീ യു. ക്ലൗഡി റൗഡി എന്നാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ്. ഇങ്ങനെ പോയാൽ അയാളെ എനിക്ക് പിടികൂടാൻ പറ്റില്ല. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. ഉന്നച്ചാലുടെ നടിവനത്തിന് ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ഇനി നീ റോഡിലല്ല കാറ്റിൽ പറക്കണം. ഫോർമുല നമ്പർ 804 ആക്ടിവേറ്റ് ചെയ്യ്. ഫോർമുല നമ്പർ 804 ആക്ടിവേറ്റഡ്. സൂപ്പർ സ്പീഡോ ഇപ്പോൾ ഫ്ലൈയിങ് കാറായി മാറിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, നമുക്ക് ക്ലൗഡി റൗഡി അങ്കിളിനെ ഫോളോ ചെയ്യണം. അയാൾ എന്തോ ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ നീ എന്നെ ഫോളോ ചെയ്യുന്നത് നിർത്തില്ല അല്ലടാ കിക്കോ? തെറ്റ് ചെയ്യുന്നവരെ ഞാൻ ഫോളോ ചെയ്യാതെ വിടുന്ന പ്രശ്നമേ ഇല്ല അങ്കിൾ. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ മോഷ്ടിച്ച ആ സാധനം തിരിച്ചു കൊടുത്തേക്കൂ. നിങ്ങളും പോലീസിൽ സറണ്ടർ ആകണം. ക്ലൗഡി റൗഡി ആരുടെ മുമ്പിലും ഒരിക്കലും സറണ്ടർ ആവില്ല. ഇന്നാ പിടിച്ചോ കിക്കോ എന്റെ തണ്ടർ. രക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ എത്ര കാലം രക്ഷപ്പെടും? സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ ഡിഫൻസ് അല്ല ചെയ്യേണ്ടത്, സൂപ്പർ അറ്റാക്ക് ആണ് ചെയ്യേണ്ടത്. ഫോർമുല നമ്പർ 161. ഓക്കെ ബോസ്. ഫോർമുല നമ്പർ 161 ആക്ടിവേറ്റഡ്. ഈ ഫോർമുല പവർഫുൾ ആണ്. ഇതാ വലിച്ചെറിഞ്ഞു നെറ്റ്. ക്ലൗഡി റൗഡി എന്നാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ്. എന്റെ റോക്കറ്റ് ഈ നെറ്റൊക്കെ വെട്ടിയെറിഞ്ഞ് പറന്നു പോകും, നോക്കിക്കോ. സൂപ്പർ സ്പീഡോ, അവന്റെ നേർക്ക് ഫുൾ സ്പീഡിൽ ചെല്ല്. വേഗം ചെല്ല്. ഓക്കെ ബഡി. വിട്ടോടാ മോനെ ക്ലൗഡി, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. അത് കണ്ടോ, അയാൾ ആ മേഘത്തിന് നടുക്ക് കയറി കഴിഞ്ഞു. വേഗം ചെല്ല്. ക്ലൗഡി അങ്കിൾ മേഘങ്ങൾ കടന്ന് പറന്നു പോവുകയാണ്. എന്നാ പിന്നെ നമുക്കും മേഘങ്ങളെ കടന്നങ്ങോട്ട് പോകാം. ഇനി നമ്മൾ ക്ലൗഡി റൗഡിയെ പിടിക്കാതെ തിരിച്ചു പോവില്ല. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ആ ക്ലൗഡി അങ്കിൾ എങ്ങോട്ടാണ് പോയത്? ക്ലൗഡി റൗഡി നമ്മളോട് കളിക്കുകയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മൾ അവനെ എങ്ങനെ തേടി കണ്ടുപിടിക്കും? ക്ലൗഡി റൗഡി എന്നാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ്. ആകാശത്ത് നിന്നും പൊട്ടിവിടരും, പിന്നെ മേഘങ്ങൾക്കിടയിൽ പതുങ്ങിയിരിക്കും. എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് മേഘത്തിനും പിന്നെ ആ ഒറിജിനൽ മേഘത്തിനും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ നിനക്കൊന്നും പറ്റില്ലടാ മോനെ കിക്കോ. ഇനി ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ ആ ക്ലൗഡി റൗഡിയെ കണ്ടെത്തിയേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്രീഫ് കേസ് തിരിച്ചു കിട്ടുകയുള്ളൂ. ഓൾറെഡി ഒരു പ്രാവശ്യം ഞാൻ പറന്നു പോകുന്ന ഡ്രാഗനെ കിക്ക് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തോ? അതെ, ഞാൻ തന്നെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വീഴും. ഉഷ്. ഔ. സർ, ബ്രീഫ് കേസിനകത്ത് എന്താണുള്ളത്? ആ കാര്യം ഒരു ടോപ്പ് സീക്രട്ട് ആണ്. എന്നാലും ഇപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. അതിനകത്തൊരു കോമ്പസ് ഉണ്ട്.
ക്ലൗഡി റൗഡി, അതാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ്. ഇതുവരെ ഞാൻ മോഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും വിലയുയർന്ന സാധനം ഇത് തന്നെയാണ്. എന്താ സാറേ ഈ പറയുന്നത്? അത്ര വലിയ പെട്ടിയിൽ എന്തിനാ ഇത്ര ചെറിയ കോമ്പസ് വെച്ചിരിക്കുന്നത്? സാർ ഇപ്പൊ പറഞ്ഞത് ശരിയാണ് സാർ. ഒരു ചെറിയ കോമ്പസിന് വേണ്ടി സാർ എന്തിനാ ഇത്രക്ക് ടെൻഷൻ അടിക്കുന്നേ? അത് സാധാരണ ഡയറക്ഷൻ കാണിക്കുന്ന കോമ്പസ് അല്ല. അതൊരു തരം സ്പെഷ്യൽ ഗോൾഡൻ കോമ്പസ് ആണ്. അത് സൺസിറ്റിയുടെ നിധി എവിടെയുണ്ടെന്ന് കാണിക്കുന്ന കോമ്പസ് ആണ്. ഇപ്പൊ അത് തെറ്റായ ഒരാളുടെ കയ്യിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അവനെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന തോന്നുന്നു. നമുക്കെല്ലാം നഷ്ടമാകാൻ പോവുകയാണ് മമ്മി. ശരിക്കും അത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ക്ലൗഡി റൗഡി അത്ര സാധാരണ കള്ളനൊന്നുമല്ല. ഇനി ഒരു പ്രാവശ്യം ഞാൻ താഴേക്ക് പോകണം. കാരണം അതിനുശേഷം എനിക്ക് ഈ ജന്മത്തിൽ മോഷ്ടിക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറാൻ പോവുകയാണ്. ആ നിധിക്കകത്ത് വിലയുയർന്ന രത്നങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ യുറേനിയം, യുട്ടോണിയം, റേഡിയമും അതിനകത്തുണ്ട്. അതൊക്കെ അവന്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സൺസിറ്റി കുറച്ചു കുറച്ചായി നശിച്ചു പോകും. പിന്നെ ഇവിടെ ഉള്ളതെല്ലാം നമ്മുടെ കൈവിട്ടു പോകും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മേയർ അങ്കിളുടെ ഈ ടോപ്പ് സീക്രട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ സ്ഥലം എവിടെയാണെന്ന് അറിയാതെ നമുക്ക് ആ സ്ഥലത്തിന് എങ്ങനെ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും? പറന്നു എന്റെ റൗഡി പ്ലെയിൻ. ഇപ്പൊ സൺ സിറ്റിയുടെ നിധി അടിച്ചു മാറ്റിയിട്ട് ശരിക്കും ഞാൻ ഈ ആകാശത്ത് ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അവന്മാരാ നിധി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെയും എത്തിക്കഴിഞ്ഞോ? മേയർ അങ്കിൾ, നിധി എവിടെയാണുള്ളത്? അതൊക്കെ പറയാം. അതൊരു വ്യത്യസ്തമായ നിധിയാണ്. അടിയാഴങ്ങളിലാണ് അത് പതുക്കി വെച്ചിരിക്കുന്നത്. ആർക്കും അത് കണ്ടെത്താൻ സാധിക്കുകയില്ല. കൊള്ളാം, ശരിക്കും അത് വലിയ സീക്രട്ട് തന്നെയാണ്. ആർക്കും അത്ര പെട്ടെന്ന് അത് ട്രേസ് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്. പക്ഷേ ക്ലൗഡി റൗഡിയുടെ കയ്യിൽ കോമ്പസ് ഉണ്ട്. അത് വെച്ചവൻ ആ നിധി കണ്ടെത്തും. ആ നിധി എക്സാക്ട്ലി ഇതേ ലൊക്കേഷനിൽ എവിടെയോ ഉണ്ട്. ഇപ്പൊ എന്റെ ഈ ക്ലൗഡ് പ്ലെയിനിന്റെ തണ്ടറിന്റെ പവർ നോക്കിക്കോ. കീക്കോയും അവന്റെ ടീമും ഇപ്പോ തെറിച്ച് തരിപ്പണമാകാൻ പോവുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ക്ലൗഡി റൗഡി, അതാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ്. ആകാശത്തിൽ നിന്നും പൊട്ടി വിടരും, മേഘങ്ങൾക്കിടയിൽ പതുങ്ങിയിരിക്കും. എന്നെ പിടികൂടാൻ നീ ഒരിക്കലും ശ്രമിക്കേണ്ട. ആർക്കും എന്നെ പിടികൂടാൻ കഴിയില്ല. ആ നിധി സൺസിറ്റിയിലെ ജനങ്ങളുടേതാണ്. ഞാൻ ആ കള്ളന്റെ കയ്യിൽ നിന്ന് ആ നിധി തിരിച്ചു കൊണ്ടുവന്നിരിക്കും. വേഗം, അതിവേഗം, എമർജൻസി. R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ക്ലൗഡി റൗഡി സൺസിറ്റിയിലെ നിധി മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ടു പോവാണ്. നമ്മൾ ആ നിധി തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഫോർമുല നമ്പർ 804. ഫോർമുല നമ്പർ 804 ആക്ടിവേറ്റഡ്. വീണ്ടും എന്റെ കിക്ക് വാങ്ങിക്കാൻ വേണ്ടി നീ വന്നിരിക്കുകയാണല്ലേ? അങ്കിൾ, നിങ്ങൾ ഒരു കാര്യം മറന്നു തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എവിടെയോ പോയി പതുങ്ങിയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ ഇവിടുന്ന് പ്രശ്നമേ ഇല്ല. അത്ര പെട്ടെന്നൊന്നും നിന്നെ കൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല കിക്കോ. ഈ പ്രാവശ്യം ക്ലൗഡി റൗഡി ഭയങ്കര പ്ലാനോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഞാനും മാസ്റ്റർ പ്ലാനോട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാറിന്റെ മേലെ ഒരു കവർ കൊടുത്തതുകൊണ്ട് നീ തണ്ടറിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ ഈ ബോംബുകളിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും? ഇതിനിപ്പോ ഒരു വഴിയേ ഉള്ളൂ. ഫോർമുല നമ്പർ 513. ഇനി ഞാൻ എന്റെ ക്ലൗഡ് പ്ലെയിനിൽ ഇരുന്നോണ്ട് വേണം ഇവനോട് കളിക്കാൻ.
ക്ലൗഡി റൗഡിയുടെ വീട് മേഘങ്ങൾക്കിടയിലാണ്. ലോകത്തിലുള്ള ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഇനി അറിയാനും പോകുന്നില്ല. അവൻ എങ്ങോട്ടാ പോയത്? മണ്ണിന്റെ അടിയിലാണോ അതോ ആകാശത്തെ മുകളിലാണോ? അങ്ങനെ പോകാൻ വഴിയില്ലല്ലോ. ഒരുപക്ഷെ മേഘത്തിനിടയിലായിരിക്കാം. അവൻ എപ്പോഴും മേഘത്തിനടുത്തെത്തുമ്പോൾ മായമായി മറഞ്ഞു പോകാറുണ്ട്. ആദ്യം മേഘങ്ങൾക്കിടയിൽ സെർച്ച് ചെയ്യാം. പോയ പ്രാവശ്യം നമ്മൾ ഡ്രൈ ആൽബ്ലാസ്റ്റേഴ്സ് ഫിക്സ് ചെയ്തത് നന്നായി. പക്ഷേ കിക്കോ, ഇത്രയും അധികം മേഘത്തിനിടയിൽ നമ്മൾ അവനെ എങ്ങനെ കണ്ടുപിടിക്കും? മേഘങ്ങൾക്കിടയിൽ സെർച്ച് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും ആകില്ല. മേഘങ്ങളെ നോക്കി ഡ്രൈ ആൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കണ്ടൻസ്ഡ് ആയി മഴ പെയ്യാൻ തുടങ്ങും. എന്റെ ദൈവമേ, ഇവൻ കുറച്ചായിട്ട് എല്ലാ മേഘങ്ങൾക്കിടയിലും ക്ലൗഡ് ഫീഡിംഗ് ചെയ്ത് മഴയാക്കി മാറ്റുകയാണ്. ഓ മൈ ഗോഡ്, ആ ക്ലൗഡിൽ മാത്രം ഒരു എഫക്റ്റും കാണുന്നില്ലല്ലോ. എന്റെ എക്സ്ട്രീം വിഷനിൽ കണ്ടത് ഞാൻ പറയാം. ആ ക്ലൗഡിനകത്ത് എന്തോ സോളിഡ് ആയിട്ടുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലൗഡി റൗഡി ഈ ക്ലൗഡിനകത്ത് തന്നെ കാണുമായിരിക്കും. പറയാതെ പറ്റില്ല ഹിക്കോ. ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നീ ഒന്ന് ചെയ്തിരിക്കുന്നത്. എന്റെ ഈ ഡമ്മിയായ മേഘത്തെ നീ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എന്റെ പ്ലെയിനെയും നീ കണ്ടുപിടിച്ചു. ഇതുവരെ ആരും എന്നെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോ നീ ആ രഹസ്യം കണ്ടെത്തി കഴിഞ്ഞു. ഫോർമുല നമ്പർ 75 ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആ ഫോർമുല നമ്പർ ആക്ടിവേറ്റ് ചെയ്തേക്കാം. അവനെ മൊത്തമായിട്ട് അങ്ങ് തട്ടി തകർത്തേക്കാം. ഇതിന്റെ ലൈറ്റിംഗ് വളരെ പവർഫുൾ ആണെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെ പോയാൽ നമുക്ക് അവനെ താഴേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി എത്ര കാലം രക്ഷപ്പെടും നീ? എന്റെ മിന്നലിൽ നിന്ന് രക്ഷപ്പെടുകയാണല്ലേ? ഇപ്പൊ നോക്കിക്കോ, മിന്നലുകൾ പാടയെടുത്ത് വരാൻ പോവുകയാണ്. സൂപ്പർ സ്പീഡോ, മൗണ്ടൈനടുത്തേക്ക് പോകൂ. ട്വിൻ പീക്സ് ഉള്ളിടത്തേക്ക് പോകൂ. പൊട്ടിത്തെറിച്ച് തവിട് പൊടിയാകും. നിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്ക് സൂപ്പർ സ്പീഡോ. ക്ലൗഡി അങ്കിൾ അടുത്തേക്ക് വരട്ടെ. ഓക്കേ ബഡി. ഇപ്പൊ ട്വിൻ പീക്സിന് നടുവിലൂടെ ചെല്ല്. ചേടാ, ഇതെന്ത് പറ്റി? എന്റെ പ്ലെയിൻ നടുവിൽ കുടുങ്ങിയിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ക്ലൗഡി റൗഡിയെ ആർക്കും തടയാൻ പറ്റില്ല. എന്റെ മിന്നലുകളെ എല്ലാം ഉപയോഗിക്കാൻ പോവാണ്. പർവ്വതങ്ങളെ തവിട് പൊടിയാക്കും ഞാൻ. ക്ലൗഡി റൗഡി അങ്കിളിന്റെ വെപ്പൺസ് എല്ലാം തീരാറായി. ഇതാണ് ശരിയായ സന്ദർഭം. ഫോർമുല നമ്പർ 432 ആക്ടിവേറ്റ് ചെയ്യ്. ഫോർമുല നമ്പർ 432 ആക്ടിവേറ്റഡ്. എതിരികൾക്ക് കൊടുക്കൂ പ്രഷർ. ബുൾഡോസർ കൊണ്ട് ബോണറ്റ് തകർക്കൂ. Listen up, let's shoot for the stars. Check me out, I'm a flying car. Cloudy, better get ready, we are coming for you. It's about to get heavy. Cloudy, rowdy, whoever you are, stop running, you won't get far. You won't be able to hide in these clouds. I'm gonna show you what I am about. You're gonna get caught, you're gonna get caught, you're gonna get caught. Vroom, vroom, you're gonna get caught, you're gonna get caught, you're gonna get caught. Vroom, vroom. സൂപ്പർ സ്പീഡോ, ആ ബാഗ് താഴെ വീഴാതെ നമ്മൾ എടുക്കണം. ঠিক আছে ബഡി. ക്ലൗഡി റൗഡി അങ്കിളിനെ ഞാൻ നോക്കിക്കോളാം. നിന്നെ കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ വീണാൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. നീ വീണാൽ നിന്റെ കാര്യം പോക്കാണ്.
സൂപ്പർ സ്പീഡോ, നമ്മൾ ആദ്യം ആ 2 ഫൈറ്റർ പ്ലെയിൻസിനെയും ഡിസ്ട്രോയ് ചെയ്യേണ്ടതാണ്. അവര് നമ്മുടെ പ്ലെയിനിനെ ഡിസ്റ്റർബ് ചെയ്യാണ്. എഡ്യൂക്കേഷൻ ടൂറിന് സ്കൂളിൽ നിന്നും നമ്മളെ വണ്ടർ ഐലാൻഡിലേക്ക് വിളിച്ചോണ്ട് പോവുകയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വലിയ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത് പറയുന്നു. വൺ വേർഡിൽ പറയണമെങ്കിൽ ഇതിൽ വളരെ എക്സൈറ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഫ്ലൈറ്റിൽ പറക്കാൻ പോവാണ്. തീർച്ചയായിട്ടും, ശരിക്കും ഇത് വളരെ എക്സൈറ്റിംഗ് ന്യൂസ് ആണ്. ആ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ കാൻഡി കഴിക്കാൻ പോവുകയാ. വേഗം വാ, എനിക്ക് പ്ലെയിനിൽ ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരിക്കണം. ഒരുപക്ഷെ മറ്റുള്ളവർ ആരെങ്കിലും ഇരുന്ന അവരെ പുറകോട്ടയക്കണം. എണ്ണ തേച്ച് മണ്ണിൽ കിടന്ന് ഉരുണ്ടാലും ടോണി ബോസിന് കിട്ടേണ്ടതേ കിട്ടുകയുള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേക്കൂട്ടുണ്ടുണ. പറയൂ ബ്രദർ ജുൻജുന. വളരെ സൂക്ഷിച്ച് പ്ലേ ചെയ്യണം. നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ പ്ലാൻ ഫ്ലോപ്പ് ആയി പോവും. നീ വിഷമിക്കണ്ട ചുൻചുന ബായ്. നമ്മുടെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരെങ്കിലും പിടിക്കേ. എന്താടോ തനിക്ക് കണ്ണു കാണില്ലേ? വന്ന് ഇടിച്ചു വീഴ്ത്തിയിട്ട് ധിക്കാരം പറയുന്നോടാ ചക്ക. എന്റെ പഞ്ച് എന്താണെന്ന് ഇപ്പൊ നീ അറിയും. നിന്റെ കളിയൊന്നും ഈ ടോണിയോട് വേണ്ട. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ടോണിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇതാ നിങ്ങളുടെ ഗിറ്റാർ. ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. താങ്ക് യു. ഒരു പക്ഷെ ഗിറ്റാർ പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആയി പോയേനെ. പ്ലാനോ? എന്ത് പ്ലാൻ? നിങ്ങളെ എല്ലാവരും എന്റർടൈൻ ചെയ്യാനുള്ള പ്ലാനാണ്. എന്താ ശരിയല്ലേ ടൂണ്ടുണ? അതാണോ നമ്മുടെ പ്ലാൻ? ഞാൻ വിചാരിച്ചത് നമ്മുടെ എയർപ്ലെയിനിനെ. അത് ശരിയാ. നീ എന്താ അത് പെട്ടെന്ന് മറന്നു പോകുന്ന ടൂണ്ടുണ? പ്ലെയിനകത്ത് നമുക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ചെയ്യേണ്ടതാണ്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വെയിറ്റ് ചെയ്യുന്നതാണ്. സൂപ്പർ പ്രോഗ്രാം ആയിരിക്കും അത്. ജനങ്ങൾ പേടിച്ച് വിരളുന്നതായിരിക്കും. അതിന്റെ അർത്ഥം ജനങ്ങളെല്ലാവരും ഞങ്ങളെ കണ്ട് പേടിച്ച് വിറയ്ക്കും. എന്തോ വിപരീതം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എന്റെ ഉൾമനസ് എന്നോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഗിത്താർ പൊട്ടിപ്പോയിരുന്നെങ്കിൽ അതിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന ഗണ്ണ് എല്ലാവരും കണ്ടേനെ. ചേടാ, ഒന്നും പ്രശ്നമില്ലെന്നേ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഗണ്ണ് യൂസ് ചെയ്ത് ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്തേക്കാം. നീ എന്താ ഈ കാണിക്കുന്നത്? അതാദ്യം ലോക്ക് ചെയ്ത് വെക്ക. ആരും അത് കാണരുത്. ടോണി ബോസ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത്? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അത് മാത്രല്ല, എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളും മണ്ടനാണെങ്കിൽ ടോണി ബോസ് പേടിത്തൊണ്ടനാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് വരെ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും എന്റർടൈൻ ചെയ്യാൻ പോവുകയാണ്. രാഗം, താളം, പല്ലവി. ഗ്രാൻഡ് അപ്ലോസ് നൽകൂ. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അങ്കിള് വായിക്കുന്ന മ്യൂസിക് ഇല്ലേ, അത് വൺ വേർഡിൽ പറയണമെങ്കിൽ അപസ്വരമാണ്. ഇത് മ്യൂസിക് അല്ല, ഡിസ്റ്റർബൻസാ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? കൊള്ളാം കൊള്ളാം, അടിപൊളി. കാര്യമായിട്ട് പറയാണോ? അല്ല, പക്ഷെ അവർ എത്ര കഷ്ടപ്പെട്ടാ മ്യൂസിക് പ്ലേ ചെയ്തോണ്ടിരിക്കുന്നേ. നമ്മളത് മോശമാണെന്ന് പറയുകയാണെങ്കിൽ അതവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് പോലെയാവില്ലേ? എന്താ, ശരിയല്ലേ?
കൊള്ളാം, അടിപൊളി. ശരിക്കും നിങ്ങൾ കലക്കി മറിച്ചിരിക്കുക. കാര്യായിട്ടാണോ? അല്ല, മഹാമോശം. എവിടുന്ന എത്ര വൃത്തികെട്ട മ്യൂസിക് കൊണ്ടുവന്നിരിക്കുന്നേ? വീണ്ടും ഇതുപോലെ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലോണം ഓർമ്മിച്ചോ, ഈ ടോണിയർ കയറി കളിച്ചാൽ എന്താവെന്ന് അറിയാലോ. ഇനിയിപ്പോ ഓർമ്മിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്. അങ്കിൾ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഈ പ്ലെയിനെ ഞങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതായത് ഈ പ്ലെയിൻ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഹലോ മിസ്റ്റർ, നിങ്ങൾ തോക്ക് തലകീഴായിട്ടാ പിടിച്ചിരിക്കുന്നത്. താങ്ക് യു. യു ആർ വെൽക്കം. ഒരുപാട് 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 വെൽക്കം. ഹൈജാക്കർ അങ്കിൾ, എന്റെ പഞ്ചിനെ കുറിച്ച് പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. ഞാനൊരു ചെറിയ സുന്ദരനായ ചെറിയ ക്യൂട്ടായ ടോണിയാണ്. ഞങ്ങളും ഒരു മണ്ടന്മാരാണ്. ടോണി ബോസ് പേടി തൊണ്ടനാണ്. മിസ്റ്റർ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വളരെ റോങ് ആണ്. നിങ്ങൾ പ്ലീസ് നിങ്ങളുടെ ഈ ഗൺ അകത്തേക്ക് വെച്ചേക്കൂ. അത് ശരി. ഈ തോക്ക് കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നില്ലടാ ചെക്ക. റൈറ്റ് ഒരിക്കലും റോങ്ങിനെ കണ്ട് പേടിക്കില്ല. കണ്ടോ, കിക്കോയുടെ കിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് മനസ്സിലായല്ലോ. ഞാനും കൂടെ ഒരു പഞ്ച് തന്നാലുണ്ടല്ലോ എന്താവെന്ന് അറിയോ? ഇത് കൊള്ളാലോ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി 2 ഫൈറ്റർ ജെറ്റ് പ്ലെയിൻ വന്നിരിക്കുന്നു. സിറ്റുവേഷൻ ഇപ്പോൾ വെരി എക്സൈറ്റിംഗ് ആണ്. ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് പറഞ്ഞല്ലേ പറ്റൂ. ഇപ്പൊ നിങ്ങൾ കണ്ട ഫൈറ്റർ ജെറ്റ്സ് ഇല്ലേ, അത് ഞങ്ങളുടേതാണ്. അതിലൊരു പ്ലെയിനിൽ കമാൻഡർ ഡമറു, പിന്നെ അടുത്ത പ്ലെയിനിൽ കമാൻഡർ ഡോൾക്കി. അവരെല്ലാരും ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ആണ്. ഇപ്പൊ വന്നിരിക്കുന്നവരുടെ കളി നിങ്ങളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് കുറച്ച് അഭ്യാസങ്ങൾ കാണിച്ചു കൊടുക്ക. ഡമറു പിന്നെ ഡോൾക്കി. അടുത്ത 10 സെക്കൻഡിനുള്ളിൽ കിക്കോ ഞങ്ങളുടെ ഗൺസ് എല്ലാം ഞങ്ങൾക്ക് തിരിച്ച് തന്നില്ലെങ്കിലുണ്ടല്ലോ, അപ്പോൾ ഡമറു പിന്നെ ഡോൾക്കി 11ാമത്തെ സെക്കൻഡിൽ ഈ പ്ലെയിനെ മിസൈൽ അയച്ച് തകർത്ത് കളയും. ഞാനെന്തെങ്കിലും തെറ്റായി സംസാരിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മിസ്റ്റർ, നിങ്ങൾ എന്തിനാ ഈ പ്ലെയിനിനെ ഹൈജാക്ക് ചെയ്യുന്നത്? ഞങ്ങളുടെ ലീഡർ ബാൻഡ് മാസ്റ്റർ ഗോഗോയെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യണം. വേഗം സൺസിറ്റി മേയറിനൊരു ഫോൺ ചെയ്യ്. ഞാൻ സൺസിറ്റിയുടെ മേയറാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആർക്കും അങ്ങനെ ഒരു ഫ്ലൈറ്റിന് ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല. മേയർ സാർ, ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഞങ്ങളുടെ കയ്യിൽ ഗണ്ണുണ്ട്, പിന്നെ കൂടെ 2 ഫൈറ്റർ ജെറ്റ് പ്ലെയിൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. പേടിയാവുന്നു. നിങ്ങൾ ആദ്യം ഇരിക്കൂ. എന്തിനാ നിൽക്കുന്നത്? ആരെങ്കിലും ചെന്ന് അയാളുടെ ഹാൻഡ് കപ്സ് തുറന്നു വിടൂ. എന്റെ പേര് ബാൻഡ് മാസ്റ്റർ ഗോഗോ. നിങ്ങളുടെ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ജുഞ്ചുനായും ടുണ്ടുനായും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ആ ഡമറു ആൻഡ് ഡോൾക്കി അവരും നമ്മുടെ പ്ലെയിനിനെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സൂപ്പർ സ്പീഡോയുടെ ഹെൽപ്പ് ചോദിക്കാലോ. ഇവിടെ സ്ഥലം വളരെ ചെറുതാണ്. സൂപ്പർ സ്പീഡോയെ ഇങ്ങോട്ട് വരുത്താൻ പറ്റില്ല. എന്റെ ദൈവമേ, എന്നുവെച്ചാ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ? എന്ന് ആരാ പറഞ്ഞത്? എവിടെയാണോ കിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് അവിടെ ട്രിക്ക് യൂസ് ചെയ്യാൻ പഠിക്കണം. ഹലോ മിസ്റ്റർ, നമ്മൾ ഇങ്ങനെ എത്ര നേരം പറഞ്ഞോണ്ടിരിക്കും? എന്തായാലും അവര് നിങ്ങളുടെ ബോസിനെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഓ,
അവർക്ക് ഞങ്ങളുടെ ബോസിനെ വിടാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മേയറാണ് വാക്ക് തന്നത്. മേയർ സാർ കള്ളം പറയുന്ന കാര്യത്തിൽ സൺ സിറ്റി മുഴുവനും ഫേമസ് ആണ്, വേൾഡ് ഫേമസ് ആണ്, യൂണിവേഴ്സൽ ഫേമസ് ആണ്. ഞങ്ങളോട് അയാൾക്ക് കള്ളം പറയാൻ പറ്റില്ല. ഞങ്ങൾ ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങളത് എപ്പോഴോ ചെയ്ത് കഴിഞ്ഞല്ലോ. നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ അങ്കിൾ. ടോണി ബോസ് പേടിച്ച് വിറയ്ക്കുന്നു, കൈകൂപ്പി നമസ്കരിക്കുന്നു. പ്ലെയിൻ ഒരു പക്ഷേ ബ്ലാസ്റ്റ് ആയാൽ നിങ്ങളും ചേർന്ന് മരിച്ചു പോകും. പിന്നെ ബാൻഡ് മാസ്റ്റർ ഗോഗോയെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടത്? ശരിക്കും നിങ്ങൾ ബാൻഡ് മാസ്റ്റർ ഗോഗോയെ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഡേഞ്ചറസ് ആയ ആൾക്കാരാണെന്ന് മേയർ അങ്കിളിനെ വിശ്വസിപ്പിക്കണം. എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാനാ? നിങ്ങൾ പ്ലെയിനിൽ നിന്നും ആരെങ്കിലും എടുത്ത് പുറത്തേക്ക് എറിഞ്ഞേക്ക്. അത് കാണുമ്പോ അവര് പേടിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബോസിനെ റിലീസ് ചെയ്യുകയും ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. ആലോചിച്ച് നോക്കുമ്പോൾ ഈ ചെക്കൻ പറയുന്നതും ശരിയാണെന്ന് തോന്നുന്നു. നീ എന്ത് പറയുന്നു ടുൺടുണ? അതെ ചുൻചുണ, പക്ഷേ ഇപ്പോൾ നമ്മൾ ആര് വലിച്ചെറിയും? ആരെങ്കിലും നിങ്ങളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ടോ? ആരാ നിങ്ങളെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തത്? എന്നാ പിന്നെ ഇവനെ തന്നെ അങ്ങ് വലിച്ചെറിഞ്ഞേക്കാം. കുറെ നേരമായി ഇവൻ ഞങ്ങളോട് അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിനി ഒന്നും സംസാരിക്കില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കെതിരായി ഞാൻ ഒന്നും സംസാരിക്കില്ല. നിങ്ങളിപ്പോ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. എന്താ? നിങ്ങൾ രണ്ടാളും അവനെ വെറുക്കുന്നത് പോലെ ഇവിടെയുള്ള എല്ലാവർക്കും ഇവനോട് വെറുപ്പാണ്. അതെ, വളരെ വെറുപ്പാണ്. അവന്റെ കാര്യം വലിയ പ്രശ്നമാണെന്നേ. പുല്ലിന്റെ കളർ പച്ചയാണ്, ടോണി ബോസ് ചെല്ലുന്നിടം പ്രശ്നമാണ്. നിങ്ങൾ അവനെ വലിച്ചെറിഞ്ഞാൽ മേയറങ്കിൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഗിഫ്റ്റായി മെഡൽ തരുന്നതായിരിക്കും. സിറ്റിയുടെ ജനങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് ചോദിക്കും. നിങ്ങളുടെ കൂടെ നിന്ന് സെൽഫി എടുക്കട്ടെ ചോദിക്കും. എന്നാ പിന്നെ വേറെ ആരെ വലിച്ചെറിയേണ്ടത്? നിന്റെ കിക്ക് വാങ്ങിച്ചിട്ടും അവരൊട്ടും മാറിയിട്ടില്ല. ഒരു പക്ഷെ അവര് നിന്നെ പുറത്താക്കി വലിച്ചെറിയുകയാണെങ്കിൽ നമ്മുടെ കൂടെ എല്ലാരും പേടിച്ചു പോകും. അങ്ങനെ ചെയ്താൽ മേയറങ്കിൾ പേടിച്ച് ഇവരുടെ ബോസിനെ റിലീസ് ചെയ്ത് കളയും. എടാ, ഒന്ന് പതുക്കെ പറയേ. ഒരു പക്ഷെ അവരെങ്ങാനും ഇത് കേട്ടാൽ പിന്നെ അവരെന്നെ പുറത്തേക്ക് വലിച്ചെറിയും. അവരുടെ ബോസ് പെട്ടെന്ന് റിലീസ് ആവുകയും ചെയ്യും. ആദ്യം ഇവനെടുത്ത് വലിച്ചെറിയ. വേണ്ട. ചേടാ, നമ്മൾ വലിച്ചെറിയുന്നതിന് മുമ്പ് തന്നെ ഈ കീക്കോ അങ്ങ് പറന്നു പോയല്ലോ. അവൻ പേടി കൊണ്ട് ചാടിപ്പോയതായിരിക്കും. അവൻ സ്വയം സറണ്ടർ ആയിരിക്കുകയാണ്. വേഗം, അതിവേഗം R7 സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ, നമ്മൾ താഴേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഫോർമുല നമ്പർ 804 അപ്ലൈ ചെയ്യ്. ഫോർമുല നമ്പർ 804 ആക്ടിവേറ്റഡ്. സൂപ്പർ സ്പീഡോ ഇപ്പോൾ ഫ്ലൈയിങ് കാറായി മാറിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, നമ്മൾ ആദ്യം ആ 2 ഫൈറ്റർ പ്ലെയിൻസിനെയും ഡിസ്ട്രോയ് ചെയ്യേണ്ടതാണ്. അവര് നമ്മുടെ പ്ലെയിനിനെ ഡിസ്റ്റർബ് ചെയ്യാണ്. നമ്മുടെ ബാക്ക് സൈഡിൽ എന്തോ ഡാമേജ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. കീക്കോയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അത് ആലോചിക്കുമ്പോ എനിക്ക് വളരെ പേടി തോന്നുന്നു. പേടിക്കണ്ട, കീക്കോ റോങ്ങിനോട് പോരാടാനായി തീർച്ചയായിട്ടും തിരിച്ചെത്തും. സൂപ്പർ സ്പീഡോ, അവർക്ക് ഇനി ഒരിക്കലും ചാൻസ് കൊടുക്കരുത്. ഫോർമുല നമ്പർ 455 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി. Attack! Fighter planes, we're not here to play games. Cause if you mess with us, then you'll burst into flames. We'll rescue our friends, using all our strength. Kiko and Speedo are here now, there's nothing to fear now. Ready Super Speedo? Right 30 degree. Straight. Move left 20 degree. ഒരു മിനിറ്റ് നിക്ക് സ്പീഡോ, അവർ നമ്മുടെ അടുത്തേക്ക് വരട്ടെ. ഞങ്ങളോട് കളിച്ചാൽ എന്താ സംഭവിക്കാന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാവും.
അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞു. ജുഞ്ചുന ബൈ. ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാട്ട്. കേസ് ഫടാഫട്ട് സോൾവ് ചെയ്യും. കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നവരുടെ ആവശ്യം മാലാണ്, പക്ഷെ അത് ഗുൽമാലായാൽ. സാർ പറഞ്ഞത് വളരെ ശരിയാണ് സാർ. ഈ ഹൈജാക്കിന്റെ കേസിൽ നമുക്ക് ലീഡൊന്നും കിട്ടുന്നില്ലല്ലോ. നമ്മൾ താഴെയും കേസ് മുകളിലുവാ. ആകാശത്തുള്ള ഹൈജാക്കേഴ്സ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ചാടുവോ സാറേ? വരൂ ഗോഗോ, നിങ്ങൾ ചോദിച്ച ഹെലികോപ്റ്റർ ദാ ഹെലിപാഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ പോകുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ദുഃഖമുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മൾ തമ്മിൽ വളരെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിപ്പോയി. കീക്കോവും സൂപ്പർ സ്പീഡോവും ചേർന്ന് ഫൈറ്റർ ജെറ്റിനെ നശിപ്പിച്ചു കഴിഞ്ഞു. വന്നിരിക്കുന്ന ഒരു ബാൻഡ് മാസ്റ്റർ. ഞാൻ എന്റെ ഓഫീസിൽ നിന്നും അനങ്ങിയിട്ട് പോലുമില്ല. അതിനു മുമ്പ് നിന്റെ 2 ജെറ്റ്സും തവിട് പൊടിയായി. അവന്റെ കൈകൾക്ക് വിലങ്ങ് വയ്ക്കും, ജയിലിൽ കൊണ്ടുപോയിടും. പക്ഷെ സാർ, പ്ലെയിനിനുള്ളിൽ ഇപ്പോഴും 2 പേരുണ്ട്, കയ്യിൽ തോക്കുമുണ്ട്. എന്നാ പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യും? സൺസിറ്റിയിലെ മേയർ എന്നോട് ഇങ്ങനെ ചാലഞ്ച് ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇവന്റെ കളി ഒരല്പം കൂടിപ്പോയി. ഇവൻ ഒരുപാട് കഷ്ടപ്പെടും. നീ വളരെ മോശമായ ആളാണ് ഗോഗോ ബായ്. നീ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. മമ്മി ഇങ്ങോട്ട് നോക്കൂ മേയർ, മര്യാദയ്ക്ക് എന്നെ ഹെലികോപ്റ്ററിൽ കയറ്റിയിരുത്തു. ഞാനാണ് ബാൻഡ് മാസ്റ്റർ ഗോഗോ. എന്നെ വിരോധിച്ചാൽ എന്താകുമെന്ന് അറിയാലോ? സൂപ്പർ സ്പീഡോ, ഒരല്പം താഴ്ന്നു പറക്ക്. നമ്മൾ അവരുടെ അടുത്താണെന്ന് അവരാരും അറിയരുത്. ഓക്കെ ബഡി, ഞാൻ വിങ്സിന്റെ അടുത്ത് തന്നെ കാണും. താങ്ക് യു സൂപ്പർ സ്പീഡോ. നമുക്ക് ആ ജുഞ്ചുനായും ടുണ്ടുനായും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. അതിനിപ്പോ ഞാൻ ആദ്യം പ്ലെയിനിനുള്ളിൽ പോയേ പറ്റൂ. നിനക്ക് ആ പ്ലെയിനിന്റെ കൺട്രോൾ പാനലിന്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ അകത്ത് പോകണമെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്തേ പറ്റൂ. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ബഡി കീക്കോ. എക്സലന്റ് സൂപ്പർ സ്പീഡോ. ഇപ്പൊ നീ മേലോട്ട് പറഞ്ഞ ഡോറിന്റെ അടുത്ത് ചെന്ന് നിൽക്കേ. ഫ്ലൈറ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്യ് സൂപ്പർ സ്പീഡോ. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. പ്ലെയിനിന്റെ ഫ്രണ്ട് സൈഡിലെ വീൽ മുഴുവനായി ജാമായി പോയിരിക്കുകയാണ്. ജെറ്റ് പ്ലെയിനിന്റെ ഏതോ ഒരു ഭാഗം വന്ന് കുടുങ്ങിയതായിരിക്കും. ഇനിയിപ്പോ എന്തോ ചെയ്യാ പൈലറ്റ് സർ? എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ ഫ്രണ്ട് സൈഡിലെ ടയർ മൂവ് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്തേ പറ്റൂ, കാരണം പ്ലെയിനിന്റെ ഫ്യൂലും തീരാറായി. ഞങ്ങളിതാ പാരാഷൂട്ടിൽ പറക്കാൻ പോവാണ്. ഞങ്ങൾ പോവാണ്. ബൈ ബൈ. നിങ്ങൾ ഞങ്ങൾ 2 ആളെയും പിടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ ഡുണ്ടുനായും ജുഞ്ചുനായും ആ പറക്കുന്ന പ്ലെയിനിനകത്ത് തന്നെയുണ്ട്. കാലക്കി ഡിറ്റക്റ്റീവ് ജെറ്റ്പാട്ട്. ഹൈജാക്കേഴ്സ് നിങ്ങളുടെ മുമ്പിൽ വന്ന് വീണ് കിടക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾ ഞങ്ങളെ പിടിച്ചു, സമ്മതിച്ചു. പക്ഷേ ആ പ്ലെയിന് ക്രാഷ് ആവാതെ നിങ്ങൾക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അതിൽ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പ്രശ്നങ്ങൾ ഗുരുതരമാണെങ്കിൽ അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയണ കള്ളന്മാരെ. സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, കിക്കോ അവിടെ ഉള്ളത് വരെ ഒരു കുട്ടിക്ക് പോലും ചെറിയ പോറൽ പോലും ഏൽക്കില്ല. സൂപ്പർ സ്പീഡോയ്ക്ക് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് ഉടൻ തന്നെ സൂപ്പർ സ്പീഡോയുടെ അടുത്തേക്ക് പോകണം. സൂപ്പർ സ്പീഡോ ബഡി, പ്ലെയിനിന്റെ ഒരു വശത്തെ വീൽസ് പ്രശ്നത്തിലാണ്. അത് ഉടൻ തന്നെ ശരിയാക്കണം, അല്ലെങ്കിൽ പ്ലെയിൻ ക്രാഷ് ആയി പോകും. അത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമാവും. സമയം വളരെ കുറവാണ്. കിട്ടിയ സമയത്തിനുള്ളിൽ അത് ശരിയാക്കാൻ നമുക്ക് ശ്രമിക്കാം. റിപ്പയർ മോഡ് ഓൺ. പ്ലെയിൻ ഒരുപാട് താഴെ എത്തിക്കഴിഞ്ഞു. ഇനി ഇത് ശരിയാക്കാൻ എത്ര സമയം വേണം സൂപ്പർ സ്പീഡോ? ഇതിലെ ഒരു ചില പാർട്സ് റീപ്ലേസ് ചെയ്തേ പറ്റൂ. അതിപ്പോ എന്റെ കയ്യിലില്ല. എല്ലാരും കുറച്ചു നേരം തല കുനിഞ്ഞിരിക്കൂ, കൈകൾ കൊണ്ട് കാത് പൊത്തിപ്പിടിച്ചോളൂ. നമ്മളിതാ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. 10, 9, 8, 7. സൂപ്പർ സ്പീഡോ, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ.
ഇപ്പോൾ എന്ത് പറയുന്നു ബാൻഡ് മാസ്റ്റർ? ഇനി നീ എന്ത് ചെയ്യും? നിന്റെ ഗാങ്ങിലുള്ള എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിനക്കിപ്പോൾ ഹെലികോപ്റ്റർ വേണമല്ലേ? പോയി ജയിലിലിരുന്ന് ബാൻഡ് വായിക്കടാ. നിന്റെ ജുഞ്ചുണ ടുണ്ടുണ എല്ലാവരെയും വിളിച്ചോണ്ട് വേഗം പോ. എടാ മണ്ടന്മാരെ, നിനക്കൊന്നും ഒരു ജോലി പോലും ശരിക്ക് ചെയ്യാൻ അറിയില്ല അല്ലേ? എന്ത് ചെയ്യാനാ ബോസ്? നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അവസാനം ഞങ്ങൾ തന്നെ കുടുങ്ങിപ്പോയി. നിങ്ങളൊക്കെ ശരിക്കും വേസ്റ്റ് ആണ്. ഞാൻ ഒരിക്കൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അകത്തേക്ക് പോകുന്ന പ്രശ്നമില്ല. അല്ല ഗോഗോ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. തെറ്റ് ചെയ്തവർ ഉണ്ടാവേണ്ട സ്ഥലം ജയിലാണ്. ഗുഡ് ബൈ കീക്കോ. നീ തീർച്ചയായിട്ടും ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ ഒരിക്കലും മാറില്ലെന്ന് എനിക്കും നന്നായി. സീറോ കാരണം തീ പിടിക്കും. മാഗ്നറ്റ് മാന്റെ പവേഴ്സ് എല്ലാം കാണാതെ പോകും. സൂപ്പർ സ്പീഡോ, ഒന്ന് വേഗം ചെയ്യ്. ഒരുപാട് നേരത്തേക്കൊന്നും എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല. ഒരുവിധം രക്ഷപ്പെട്ടു. ഒരു കവറിംഗ് ചെയിൻ അടിച്ചു മാറ്റിയതിന് ഇത്രയ്ക്ക് പ്രശ്നമെന്ന് വെച്ചാൽ ഈ മോഷ്ടിക്കുന്ന തൊഴിൽ ഭയങ്കര റിസ്ക് ആണെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെ പോയാൽ ഞാൻ എവിടെയാ വലിയ കള്ളനായി മാറുന്നത്? എപ്പോഴാണ് ഞാൻ ബാങ്കിനകത്ത് കയറി ലോക്കറിലുള്ള സ്വർണവും പണവും അടിച്ചു മാറ്റുന്നത്? അതൊക്കെ എന്ന് സംഭവിക്കും. ഞാനിത് എവിടെയാ വന്ന് കുടുങ്ങിപ്പോയത്? ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ദയവ് ചെയ്ത് കറകൊന്ന് തുറന്നു വിട്. എനിക്ക് പുറത്തേക്ക് പോകണം. കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പവർഫുൾ ആയ മാഗ്നറ്റ് ഫീൽഡിനെ ഈ ചേംബറിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ലോകത്ത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയ മാഗ്നറ്റ് ഫീൽഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, വരൂ സർ, നമുക്ക് ചെന്നൊന്ന് നോക്കാം യൂണിവേഴ്സിലെ ഏറ്റവും സ്ട്രോങ് ആയ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയുണ്ടെന്ന്. അടിപൊളി സാർ, ആ മാഗ്നറ്റിക് ഫീൽഡിനെ കാണാൻ വളരെ കളർഫുൾ ആയിട്ടുണ്ട്. പക്ഷേ അകത്തുള്ള ആ മനുഷ്യൻ ആരാണ്? എന്ത്? ഇയാൾ എങ്ങനെ അകത്തേക്ക് വന്നത്? മാഗ്നറ്റിക് ക്രൈസ് കാരണം ആ മനുഷ്യൻ ഒരു മാഗ്നറ്റ് ആയെന്നാണ് തോന്നുന്നത്. അവന്റെ ശരീരത്തിൽ ഇപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്ത്? ഞാനിപ്പോ എവിടെയാണുള്ളത്? എന്തിനാണ് ഇങ്ങനെ കളറായിട്ട് റേസ് വെച്ച് ഹോളി കളിക്കുന്നത്? വിഷമിക്കണ്ട, നിനക്കൊരു കുഴപ്പവുമില്ല. ഞങ്ങളുടെ റിസർച്ച് സെന്ററിൽ വന്ന് നീ കുടുങ്ങിപ്പോയി. ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ കുടുങ്ങിപ്പോയെന്ന് തോന്നുന്നത് എന്റെ വൈറ്റ് കളർ കോട്ടിട്ട സാറേ. എനിക്കിപ്പോൾ ഭയങ്കര ദാഹം തോന്നുന്നു. കുടിക്കാൻ അല്പം വെള്ളം കിട്ടുവോ? ഡോണ്ട് വറി,
ഞങ്ങൾ ചെയ്ത എക്സ്പെരിമെന്റ് കാരണം നിനക്ക് മാഗ്നറ്റിക് പവർ കിട്ടിയിരിക്കുന്നു. ഹേ? അടിപൊളി, കലക്കി. ഇനി റിലാക്സ് ആയിട്ട് ഇരുന്ന് വെള്ളം കുടിക്കാം. ഡോണ്ട് വറി, നിന്റെ ഉള്ളിലുള്ള ആ മാഗ്നറ്റിക് പവർ ഞങ്ങൾ റിമൂവ് ചെയ്തിട്ട് നിന്നെ ഇപ്പോൾ തന്നെ പഴയതുപോലെ മാറ്റിയേക്കാം. ഞാനിപ്പോൾ പഴയതുപോലെ മാറാൻ ഉദ്ദേശിക്കുന്നില്ല വൈറ്റ് കളർ കോട്ട്മാൻ. ചന്തു ചിന്തി ആഗ്രഹിച്ചതുപോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു പവർഫുൾ മാഗ്നറ്റ് മാൻ ആണ്. ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള എല്ലാത്തിനെയും പൊളിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിതാ തയ്യാറായി കഴിഞ്ഞു, മാഗ്നറ്റ് മാൻ. സൺ സിറ്റിയെ ഞാനിപ്പോൾ തലകീഴായി മാറ്റിമറിക്കാൻ പോവുകയാണ്. അതൊന്ന് ആഘോഷിക്കാൻ ഞാൻ ഈ സ്വീറ്റ് ഒന്ന് കഴിച്ചോട്ടെ. അതെങ്ങനെയാ ഞാൻ ഔട്ടായി പറഞ്ഞത്? എന്റെ ബോൾട്ട് ആ ബോളിനെ ടച്ച് ചെയ്ത പോലെ ഇല്ല. നിങ്ങൾ എന്ത് പറയുന്നു? 420 സ്ട്രീറ്റ് മൊത്തം ഭയങ്കര ഷൗട്ട്. ടോണി ബോസ് ഇപ്പോ ഔട്ട്. സോറി, ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് സ്ട്രീറ്റിലെല്ലാം ഭയങ്കര ഷൗട്ട്. ടോണി ബോസ് നോട്ട് ഔട്ട് ആണ്. കണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും കണ്ടു. ഇപ്പൊ നീ ചെയ്ത കാര്യത്തിന് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ചീറ്റിംഗ്. ഞാൻ എക്സാംസിൽ മാത്രമേ ചീറ്റ് ചെയ്യാറുള്ളൂ. ഞാൻ മാത്സ് പേപ്പറിൽ മാത്രമേ ചീറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ സയൻസ്, പിന്നെ സോഷ്യൽ സയൻസ് പേപ്പർ, പിന്നെ ചിലപ്പോ ഇംഗ്ലീഷ്, പിന്നെ മലയാളം പേപ്പേഴ്സിലും ചെയ്യും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഇപ്പൊ ഞാൻ ഔട്ടായ കാര്യത്തിലേക്ക് വരാം. ശരി, ഓക്കെ. കേക്കൊക്കെ ഞാൻ വീണ്ടും ഒരു ചാൻസ് നൽകാം. നമുക്ക് ടോസ് ഇട്ട് നോക്കിയാലോ? ഹെഡ്സ് വന്നാൽ ഞാൻ ജയിച്ചു നിർത്തും. ടേൽസ് ആണെങ്കിൽ കേക്കോ. ഹെഡ്സ് വിനാൽ നോട്ട് ഔട്ട്, ടേൽസ് വിനാൽ ഔട്ട്. എനിക്ക് സമ്മതം. എന്ന് ടോസ് ഇട്ട് നോക്കിയാലോ? ഓക്കെ, ചെയ്യാം. എന്താ ഇത്? ആ കോയിൻ താഴെ വീഴാതെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇംപോസിബിൾ. എന്റെ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. കലക്കി ടോണി ബോസ്. ഇങ്ങനെ ഒരു മാജിക് നിങ്ങൾ എങ്ങനെയാ ചെയ്തത് പറയൂ. ഞാൻ ഒരു മാജിക് ചെയ്തില്ല. ആ മാജിക് ചെയ്തത് ഈ നിൽക്കുന്ന ഞാനാണ്. രണ്ട് സൈഡിലും ഹെഡ്സോ. ഇതുപോലെയുള്ള ചീറ്റിംഗ് ഒക്കെ ഞാൻ എപ്പോഴാ ചെയ്തതെന്നറിയോ? ഞാൻ ചന്തു ചിന്തയായിട്ടുള്ളപ്പോഴാ ചെയ്തത്. ഇപ്പൊ ഹെഡ്സും എനിക്കാണ്, ടെയിൽസും എനിക്കാണ്. ഇതിനാണ് നീ ടോസ് ഇടണം എന്ന് പറഞ്ഞത്? ഏത് സൈഡ് വീണാലും നീ തന്നെ ജയിക്കും. ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ചീറ്റർ. ടോണി ബോസ് പറയുന്നതെല്ലാം കള്ളം, ചെയ്യുന്നതെല്ലാം ഗുലുമാലാവുകയും ചെയ്യും. ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ. ടോണി ചെയ്ത ഗുലുമാല് നിങ്ങൾ കണ്ടെത്തി. അല്ല, നിങ്ങൾ ആരാ? ഞാനാണ് മാഗ്നറ്റ് മാൻ. സൺ സിറ്റിയെ ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നറിയോ? തലകീഴായി മാറ്റിമറിക്കാൻ പോവുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സൺ സിറ്റിയെ മൊത്തം ഞാൻ കൊള്ളയടിക്കാൻ പോവുക. ഇന്നു മുതൽ സൺ സിറ്റി എന്റെ കൺട്രോളിലായിരിക്കും. ഇന്നു മുതൽ ഞാൻ ചന്തു ചിന്തി അല്ലല്ല, ഞാൻ പറയാമെന്ന കാര്യം, ഈ മാഗ്നറ്റ് മാൻ, ഞാൻ ഈ സൺ സിറ്റി ഭരിക്കും. എല്ലാം എന്റെ കൺട്രോളിലായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതേ വാക്കുകൾ ഞങ്ങളുടെ ടോണി ബോസ് ഇപ്പൊ നിങ്ങളോട് പറയും. ഓരോ സ്ട്രീറ്റ്
ഭയങ്കര ഷൗട്ട്. ടോണി ബോസ് ഇപ്പോൾ നോക്കൗട്ട് ആയി പോയി. അങ്കിൾ, ഇപ്പൊ നിങ്ങൾ ഈ ചെയ്ത കാര്യം വളരെ വലിയ തെറ്റാണ്. എടാ കൊച്ചനെ, നീ എന്നെ അഡ്വൈസ് ചെയ്യണോ? അതിനുള്ള ശിക്ഷ നിനക്കിപ്പോൾ കിട്ടും. എന്റെ ദൈവമേ, ഇത് എന്താ ഇത്? ഞങ്ങളെ രക്ഷിക്കേ. എടാ കൊച്ചനെ, ആരാണ് നീ? കീക്കോ, ഞാൻ ഇവിടെ ഉള്ളതുവരെ നിനക്ക് ഈ സൺസിറ്റിയിൽ കൊള്ളയടിക്കാൻ പറ്റില്ല. ചേടാ, എന്താ ഇത്? ഈ ചെക്കനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ശരി, ഓക്കെ, ഇവന്റെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. എടാ കീക്കോ, നിന്നെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. എന്റെ അടുത്ത അറ്റാക്ക് ഫേസ് ചെയ്യാൻ തയ്യാറായിരുന്നോളൂ. കീക്കോ, ഇവൻ അടുത്ത പ്രാവശ്യം വളരെ അപകടമായ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന തോന്നുന്നു. അതിനു മുൻപ് നമുക്ക് അവനെ മടക്കി പിടിക്കാം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. നീ ഒരാൾ ബൈക്കിൽ പോകുന്നത് കണ്ടോ? അയാളാണ് മാഗ്നറ്റ് മാൻ. അവന്റെ കൈവശം ഭയങ്കര വലിയ മാഗ്നറ്റിക് പവേഴ്സ് ഉണ്ട്. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും പിടികൂടിയേ പറ്റൂ. Let's chase Magnet Man cause he's trying to escape. His magnetic power is what makes him so great. Whenever we almost catch on to him, he uses his powers and gives it a spin. മാഗ്നറ്റ് മാനെ പിടികൂടാൻ നമ്മൾ 1 മീറ്റർ മുന്നിൽ വന്നാൽ അവൻ അവന്റെ മാഗ്നറ്റ് പവർ കൊണ്ട് നമ്മൾ 5 മീറ്റർ പിന്നിൽ തള്ളുകയാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ എന്നെ പിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണം. എങ്കിലല്ലേ പിടിക്കാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ ഫോർമുല നമ്പർ 113 അപ്ലൈ ചെയ്യാം. പിന്നെ എല്ലാം ശരിയാവും. ഇപ്പോൾ തന്നെ ഞാൻ എല്ലാം മാറ്റിമറിക്കാം. ഇപ്പോൾ മാഗ്നറ്റ് മാൻ വൺ വേ ഹൈവേ വഴി പോയി കളഞ്ഞു. എത്രയും വേഗം അവനെ ഫോളോ ചെയ്യും. സൂപ്പർ സ്പീഡോ, നിനക്ക് ആ മാഗ്നറ്റ് മാന്റെ അടുത്തേക്ക് എത്താൻ പോലും കഴിയുന്നില്ല അല്ലേ? എന്നാൽ ഇപ്പൊ അവനെ തടഞ്ഞു നിർത്താൻ ഞാനിതാ എത്തിക്കഴിഞ്ഞു. എന്റെ ഈ അയൺ സൂട്ട് എന്നെ രക്ഷിച്ചിരിക്കുന്നു. എനിക്കൊരു ചെറിയ പരിക്ക് പോലും പറ്റിയിട്ടില്ല. പക്ഷേ കീക്കോയുടെ കാര്യം പോക്കാണ്.
ഞാൻ മാഗ്നറ്റ് മാൻ. ഇപ്പോൾ ഞാൻ കീക്കോയെ എടുത്തിട്ട് പന്താടാൻ പോവുകയാണ്. കളി രസകരമായിരിക്കും. ഇപ്പോൾ സൂപ്പർ സ്പീഡോ തന്നെ കീക്കോയെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. എന്താ പറ്റിയത്? കാർ അനങ്ങുന്നു പോലുമില്ല. പെട്ടെന്ന് എന്റെ പവേഴ്സിന് ഇത് എന്ത് പറ്റി? പെട്ടെന്ന് എനിക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ മാഗ്നറ്റിക് പവർ എന്തുകൊണ്ടാണ് വർക്കൗട്ട് ആവാത്തത്? ഏതാണ്ടിപ്പോ എന്റെ പവേഴ്സ് എല്ലാം എന്റെ കൈവിട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വീണ്ടും ചന്തു ചിണ്ടയായെന്നാ തോന്നുന്നത്. ബഡി കീക്കോ, ദാ എത്തിക്കഴിഞ്ഞ സൂപ്പർ സ്പീഡോ. ഏത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കീക്കോ? അതെ സൂപ്പർ സ്പീഡോ, എനിക്ക് ഒരു കുഴപ്പമില്ല. താങ്ക് യു. എന്തായാലും സൂപ്പർ സ്പീഡോ കീക്കോ രണ്ടുപേരും രക്ഷപ്പെട്ടു. ഇപ്പൊ നിങ്ങൾ രണ്ടാളെയും കുറിച്ച് രണ്ടു വാക്കിൽ പറയണമെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത രക്ഷപ്പെട്ടു. നിങ്ങൾ രണ്ടാളും സേഫ് ആണല്ലോ അല്ലേ? അതെ, ഞങ്ങളും സേഫ് ആണ്. ഒരുപക്ഷെ മാഗ്നറ്റ് മാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. അവന്റെ പവർ ഉപയോഗിച്ച് സൂപ്പർ സ്പീഡോയെ പൊക്കിയതല്ലേ. എന്നിട്ടും എന്താ അവൻ എന്നെ അറ്റാക്ക് ചെയ്യുന്നത്? ചെയ്തു നോക്കി, പക്ഷെ അവൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അനങ്ങാതെ അവിടെ ഒരു പാവ പോലെ നിൽക്കുകയായിരുന്നു. അത് ഞാനും ശ്രദ്ധിച്ചു. അവനെ കൊണ്ടൊരു ഇരുമ്പ് റോഡിനെ പോലും പൊക്കാൻ പറ്റിയില്ല. പക്ഷെ ഇതെല്ലാം എങ്ങനെയാ സംഭവിച്ചത്? പെട്ടെന്ന് എനിക്കിത് എന്താ പറ്റിയത്? എന്റെ പവേഴ്സ് എല്ലാം എന്താണ് വർക്കൗട്ട് ആവാതിരിക്കുന്നത്? എന്നാ പിന്നെ ഞാൻ വീണ്ടും ചന്തു ചിണ്ടയായി മാറിപ്പോയോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. വീണ്ടും ഒരിക്കൽ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കെന്റെ പവർ വീണ്ടും കിട്ടിയിരിക്കുന്നു. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? ഇതിന്റെ മർമ്മം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, ഹീറ്റിന് മുമ്പിൽ മാഗ്നറ്റ് തന്റെ പവേഴ്സിനെ ലൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പെട്രോൾ കാരണം കത്തിയ തീയുടെ ചൂട് കൊണ്ട് തന്റെ പ്രോപ്പർട്ടീസിനെ അത് മിസ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കാരണം തീ ആളി കത്തുകയായിരുന്നു. ചൂട് കൂടിയതും മാഗ്നറ്റിക് പവേഴ്സ് മിസ്സായി പോയി. എന്നുവെച്ചാൽ ചൂടില്ലാത്ത ഈ സമയത്ത് അവന് വീണ്ടും പവേഴ്സ് തിരിച്ച് കിട്ടിക്കാണും അല്ലേ? അതെ, വീണ്ടും ആ മാഗ്നറ്റ് മാൻ വളരെ ആവേശത്തോടെ അറ്റാക്ക് ചെയ്യും. എനിക്കിതാ എന്റെ പവേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഞാനിതാ വീണ്ടും മാഗ്നറ്റ് മാൻ ആയി. ഇപ്രാവശ്യം ഞാൻ ഈ സൺസിറ്റിയെ എന്താണ് ചെയ്യാൻ പോകുന്നറിയോ? എടുത്തിട്ട് പന്താടാൻ പോവുകയാണ്. ഒരു മിനിറ്റ് നിൽക്കൂ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. എനിക്ക് വെറും 2 മിനിറ്റ് മതി. ഞാൻ പെട്ടെന്ന് പോയിട്ട് ബാങ്ക് കൊള്ളയടിച്ചിട്ട് ഉടനെ തിരിച്ചു വരും. ഹാൻഡ്സ് അപ്പ്. ചിണ്ടി, ഇന്ന് ഞാൻ വിചാരിച്ചതുപോലെ ബാങ്ക് കൊള്ളയടിച്ചു കഴിഞ്ഞു. കലക്കി. മനസ്സുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. ഇയാളിപ്പോ ആരോടാ സംസാരിക്കുന്നത്? എന്നോട് തന്നെയാടാ. ഗുഡ് ബൈ കീക്കോ. നീ തീർച്ചയായിട്ടും ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ ഒരിക്കലും മാറില്ലെന്ന് എനിക്കും നന്നായി അറിയാമായിരുന്നു. നീ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലിയ തെറ്റാണ്. ചെയ്യുന്ന തെറ്റുകൾ തിരുത്തുന്നതാണ് നല്ലത്. ഈ ലോക്കർ കൊണ്ടുപോയി വീണ്ടും ബാങ്കിൽ തന്നെ വെച്ചേക്ക്. ലോക്കർ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. നിനക്ക് വേണ്ടി ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നീ സൺസിറ്റിയുടെ വലിയ രക്ഷകനല്ലേ? എന്റെ സമ്മാനമായിട്ട് നിനക്ക് ഞാനൊരു മെറ്റൽ സൂട്ട് തന്നിരിക്കും. ഇനി നിനക്ക് പറ്റുമെങ്കിൽ എന്നെ തടഞ്ഞു നിർത്തി നോക്കട്ടെ. ഇപ്പോൾ നീ എന്റെ കൺട്രോളിലാണ് കീക്കോ, അത് മറക്കണ്ട. ഇപ്പോൾ നീ എന്റെ കയ്യിൽ ഒരു കളിപ്പാവയെ പോലെയാണ്. കളി കാണണോ നിനക്ക്? ഇപ്പോൾ ഞാൻ നിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് നിനക്ക് കാണണോ? I'm sorry, uncle.
പോലും ഈ മെറ്റൽ സൂട്ടിനകത്തായി പോയി. ഇനി എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് സൂപ്പർ സ്പീഡോയെ പോലും വിളിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കിക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ ട്രിക്ക് വർക്കൗട്ട് ചെയ്യണം. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടൻ അടിവണ്ണത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 310 ആക്ടിവേറ്റ് ചെയ്യ്. ഫോർമുല നമ്പർ 310 കാരണം തീ പിടിക്കും. മാഗ്നറ്റ് മാന്റെ പവേഴ്സ് എല്ലാം കാണാതെ പോകും. ഇപ്പൊ നോക്കിക്കോ, ഇനി ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. അതിഭയങ്കരമായ ഒരു ശിക്ഷ നൽകാൻ പോവുകയാണ്. അതിനുശേഷം നിനക്കാരെയും ഒരിക്കലും കിക്ക് ചെയ്യാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ ഒന്ന് വേഗം ചെയ്യ്. ഒരുപാട് നേരത്തേക്കൊന്നും എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ എന്റെ പവേഴ്സ് ലോസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഈ തീയുടെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പവേഴ്സ് എല്ലാം തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിന്റെ പവേഴ്സ് നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒന്ന് നിർത്തൂ. ഞാൻ വീണ്ടും ചന്തു ചിന്തയായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് നിർത്ത്. കൺഗ്രാറ്റുലേഷൻസ് സാറേ. നമ്മളിപ്പോ ആ മാഗ്നറ്റിക് മാൻ ഒരു സാധാരണ മനുഷ്യനായി മാറ്റിക്കഴിഞ്ഞു. ഇതിനുള്ള ടോട്ടൽ ക്രെഡിറ്റ് കീക്കോയ്ക്കും സൂപ്പർ സ്പീഡോയ്ക്കും ഉള്ളതാണ്. അവരുടെ സഹായം മാത്രം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതുപോലെയുള്ള ഒരു വില്ലനെ പിടിക്കാൻ പറ്റില്ല.